ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ അനുമോള് ഇന്ന് ഓവർ ആക്ടിങ് ആയോ? അതായത് ഓവറോൾ കണ്ടന്റ് അനു ആണ് കൊടുക്കുന്നത് എന്നൊരു വിചാരം അനുമോളിനുണ്ടോ? അതേപോലെ തന്നെ ഗിസയിലും അനുവും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ഗെയിമാണോ അതോ ഒരു പേഴ്സണൽ ഗ്രജോ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഈഗോയോ ആണ് അവിടെ നടക്കുന്നത്? അതായത് രണ്ടുപേരുടെ ഈഗോ തുറന്നു കാണിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇത്. അതെ, പണിപ്പുര ടാസ്കില് ഗിസേലിന്റെ പേഴ്സണൽ ഗ്രജ് വെളിവാക്കുന്ന രീതിയിലാണ് വന്നത്. കാര്യം അനുമോളിന്റെ ഡ്രസ്സ് ഗിസേൽ എടുത്ത് തിരിച്ച് എറിയുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാം. അല്ല, അത് മാത്രമല്ല, അതിന്റെ പേരിൽ ഇത്രത്തോളം പറയേണ്ട കാര്യം അനുമോൾക്കുണ്ടോ? എന്തൊരു പ്രശ്നം വന്നാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഗെയിമിനെ നല്ല രീതിയിൽ ബാധിക്കില്ലേ? അനുമോൾ കാണിക്കുന്നതെല്ലാം ഡ്രാമയാണ് എന്ന് ഗിസയിൽ പ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലും പ്രൂവ് ചെയ്യാൻ നടക്കുന്നുണ്ടോ? അതോ ഇനി അനുമോള് ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് അല്ലേ ആണെന്നൊരു തോന്നല് ഗിസലിന് ഉണ്ടായോണ്ടാണോ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഇന്ന് അനുമോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ ഫാമിലി ടാസ്ക് വരുമ്പോ നമ്മളൊക്കെ നമ്മുടെ പേരൻസിനെ അച്ഛനും അമ്മയെ കാണണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ റെന ഫാത്തിമ പറഞ്ഞത് ആളുടെ ബോയ് ഫ്രണ്ടിനെ കാണണമെന്നാണ്. അപ്പോ ഇതില് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മൾ ഈ റെന ഫാത്തിമ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അനുവിന്റെ ഒരു ഗെയിം ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെ അനുമോള് ഗെയിമിനെ എല്ലാം പേഴ്സണൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അത് അനുമോളുടെ മുന്നോട്ടുള്ള ഗെയിമിനെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം നമുക്കിന്ന് ഡേ 23 എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ റിവ്യൂ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോ ഇന്ന് നമ്മുടെ ഡേ 23 ആണ് കേട്ടോ. അപ്പൊ ഡേ 23 തന്നെ നമ്മുടെ മോർണിംഗ് സോങ് എന്ന് പറഞ്ഞാൽ മറ്റേ ഭൂമിയിലുള്ളപ്പോൾ വേണോ വാശി ആ ഒരു പാട്ടില്ലേ, ആ ഒരു പാട്ടിലൂടെയാണ് തുടങ്ങിയത്. കുഞ്ചാക്കോവനല്ല, നമ്മുടെ പൃഥ്വിരാജിന്റെ കള്ളുകൂടി. അതെ, പാവാട ഗ്യാങ്ങിനെ വെച്ചിട്ട് പാട്ട് പാടിയതാണോ? ഇത് രണ്ടെണ്ണം കൊള്ളിക്കാം കേട്ടോ. ഒന്ന് പാവാട ഗ്യാങ് എന്നുള്ള പുറമെ വെളിയിൽ പറയുന്നുണ്ട്, ഗിസേലിന്റെ പുറകെ കിടക്കുന്ന. പിന്നെ വന്ന് വേണോ ഭൂമിയിലുള്ളവർക്ക് വേണോ വാശി എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ അനുമോളിനെ, അതായത് ബിഗ് ബോസ് എപ്പോഴും ഒരു പാട്ട് ഇടുന്ന എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാനായിരിക്കും, സൂചന കൊടുക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ രാവിലെ തന്നെ ഇവര് വഴക്ക് തുടങ്ങുന്നുണ്ട്. നമ്മുടെ അനു ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കിച്ചണിൽ തന്നെ ആവും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോ ബിന്നി പറയുന്നുണ്ട്, ക്യാപ്റ്റൻ പറയുന്നത് നിനക്ക് അനുസരിക്കാമല്ലോ, ഇത്രയും പ്രശ്നങ്ങൾ ഇന്നലെ നിന്റെ ഒരു ഇത് കാരണമല്ലേ വന്നേ നോക്കുമ്പോ ആര് പറയുന്നത് അവർക്ക് ഓരോന്ന് തോന്നുന്ന പോലെ എടുത്ത് എല്ലാവർക്കും കൊടുക്കും, അതുകൊണ്ട് അതൊന്നും ഇവിടെ പറ്റത്തില്ല, നമുക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്, ഞാൻ അതുകൊണ്ട് കിച്ചണിൽ നിന്ന് മാറത്തില്ല, ഞാൻ കിച്ചണിൽ തന്നെ നിൽക്കുന്നു. അതായത് നമ്മുടെ ശരത് ആണല്ലോ ക്യാപ്റ്റൻ. ശരത് അനുവിനെ കിച്ചൺ ടീമിൽ നിന്ന് എടുത്തിട്ട് വെസൽ വാഷിങ്ങിൽ ഇട്ടായിരുന്നു കേട്ടോ. അതായത് കുക്കിംഗ് വേണ്ട, വെസൽ വാഷിംഗ് മതി എന്ന് പറഞ്ഞു. അപ്പൊ അനു പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ കിച്ചണിൽ നിന്ന് മാറില്ല, ഞാൻ കിച്ചണിൽ തന്നെ നിൽക്കും, കാരണം ഞാനില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഓൾറെഡി അനു പറയുന്നുണ്ട് എന്തായാലും ഇന്നിവിടെ ഒരു പ്രശ്നം നടക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അനുമോൾ ഒന്നെങ്കിൽ ഈ ഗെയിം മനസ്സിലാക്കിയിട്ടില്ല, അതായത് സ്വേച്ഛാധിപതി എന്നുള്ള ഗെയിമാ കൊടുത്തേക്കുന്നത്. അപ്പൊ അവര് തീരുമാനിക്കുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ പോകേണ്ടത്. ഒന്നെങ്കിൽ അത് ഗെയിം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ വെച്ചിട്ട് ഗിസേലിന്റെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമോളുടെ ശ്രമമാണ് കാണിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് അനുമോള് കുക്കിംഗ് ഇങ്ങനെ തകർത്ത് നിന്നത് അതിന്റെ ഒരു വിട്ടു കൊടുക്കാൻ ഒരു മനസ്സിലായ്മ ചിലപ്പോ കാണുമായിരിക്കും. അതെ, അപ്പൊ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് അനുവിന് ഇന്ന് കുക്കിംഗ് ചെയ്യാൻ പറ്റില്ല, അനുവിന് കിച്ചണിൽ കയറാനായിട്ട് പറ്റില്ല, വെസൽ വാഷിങ്ങിൽ നിന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ അനുവും ബിന്നിയും കൂടെ വീണ്ടും എന്ന് സംസാരിക്കേണ്ട. അതിൽ അനു പറയുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് മതി, ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും എനിക്ക് 18 പേർക്കും കുക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും, ഒറ്റയ്ക്കൊക്കെ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും, എന്തിനാ ഇത്രയും പേര് ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അനുവിന് ഫുൾ കിച്ചണിൽ നിൽക്കണമെന്ന്, ഒറ്റയ്ക്ക് ആയാലും നിന്നോളാന്ന്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചെയ്ത് തന്നെ സമയം ഒരുപാട് പോകത്തില്ല, അപ്പൊ കട്ടിങ്ങിനായാലും എല്ലാത്തിനായാലും ആള് വേണമല്ലോ, അതല്ലേ അവരാളെ ഇട്ടേന്ന് പറഞ്ഞപ്പോ ഈ അനു തിരിച്ചു പറയാ, അയാൾക്ക് കിച്ചണിൽ തന്നെ കിടക്കണം, അയാൾക്ക് ഞാൻ കുറെ നാളായിട്ട് കാണുന്നൊക്കെ ഇടും, നമ്മുടെ ശരത്തിനാണ് കേട്ടോ പറയുന്നത്, അയാൾക്ക് കിച്ചണിൽ കിടക്കാൻ വേണ്ടി കാണിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് അനു അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അനു ഒറ്റയ്ക്ക് കിച്ചണിൽ കുക്ക് ചെയ്യാം എന്നുള്ള രീതി നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും കിച്ചണിൽ നിൽക്കണ്ടേ? അനു മാത്രം കുക്ക് ചെയ്താൽ മതിയോ? അപ്പൊ അവർക്ക് ഇനിയുള്ള എല്ലാ ദിവസവും അനു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. അതെ, എനിക്ക് തോന്നുന്നു കിച്ചണിൽ കൂടുതലും കണ്ടന്റ് അനുവിന് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ബാക്കിയുള്ളവരും കണ്ടന്റ് ഉണ്ടാക്കട്ടെ, അവരും ഗെയിം കളിക്കാനല്ലേ വന്നത്. അപ്പൊ കിച്ചൺ കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്ന് കണ്ടന്റ് ആക്കൂ.
അതെ അതെ. അപ്പൊ കിച്ചൺ തന്നെ വേണോന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇനി അതല്ലെങ്കിൽ ചിലവർക്കുണ്ടല്ലോ, ചിലവർക്കുണ്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ട് കിടിലം ഫുഡാന്ന് പറയിക്കണം, അങ്ങനെ ഒരു വാശിയുള്ളവരുണ്ട്. അപ്പൊ ചിലപ്പോ ഒന്നെങ്കിൽ ആ കൂട്ടത്തിലായിരിക്കാം അനു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ആഴ്ച അനു കിച്ചൺ ടീം വേണോന്ന് പറഞ്ഞ് വാശി പിടിച്ചാന്. ഇത് അതുമല്ലായിരുന്നു. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനും അനീഷും തമ്മിൽ നല്ലൊരു രീതിയിൽ രാജാവും ഭടനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതെ, അത് നല്ലൊരു രസമായിരുന്നു, നല്ലൊരു കോമഡി സീനൊക്കെ ആയിരുന്നു. അതായത് ആര്യനും ഗിസയിലും ഇവര് നാലുപേരും ഇരിപ്പുണ്ട്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, എന്നെ നെവിൻ വർമ്മ തമ്പുരാൻ എന്ന് വിളിച്ചാൽ മതി എന്നിങ്ങനെ നമ്മുടെ അനീഷിന്റെ അടുത്ത് പറയുന്നു. അനീഷിനെ മന്ത്രിയാക്കി വെച്ചേക്കും കേട്ടാ ഇവര്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, ആ പേരിന് തന്നെ അതൊരു കളങ്കമായി മാറത്തില്ലേ എന്നിങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അപ്പൊ നെവിൻ പറയുന്നത്, ഇത് എന്റെ കൽപ്പനയാണ്, രാജശാസനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത്, അല്ല നമ്മുടെ നെവിൻ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഗിസേൽ തക്കറൽ അല്ലേ, തക്കറൽ ഗിസേൽ തക്കറൽ തമ്പുരാട്ടി എന്ന് വിളിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അനീഷ് പറയും ഗിസേൽ കട്ടറൽ തമ്പുരാട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം അത് കോമഡി ആയിരുന്നു. അങ്ങനെ ആര്യനെ നമ്മുടെ കൊട്ടാരത്തിൽ തൂപ്പുകാരനാക്കുന്നുണ്ട് നെവിൻ. അങ്ങനെ നെവിൻ പറയുന്നുണ്ട്, ഞാനൊരു ബ്രഹ്മചാരി ആയോണ്ട് ആണോ നിനക്ക് ഈ ഇളക്കം എന്ന് മനസ്സിലാവും. അതായത് ഗിസയിൽ എണീറ്റ് വന്ന് ആര്യനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് എന്തോ കാര്യത്തിന്. അപ്പൊ നമ്മുടെ നെവിൻ പറയുന്നതാ, ഞാനൊരു ബ്രഹ്മചാരി ആയോണ്ടാണ് നിനക്ക് ഈ ഇളക്കം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇവര് പോയി കഴിഞ്ഞതിന് ശേഷം നെവിൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു ബ്രഹ്മചാരി, എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹമുണ്ട് എന്നിങ്ങനെ അനീഷിനോട് പറയും, മന്ത്രിയല്ലേ. അപ്പൊ അനീഷ് പറയും, കൽപ്പിച്ചാലും തമ്പുരാൻ, ഞാൻ എന്തിനും റെഡിയാണ്. അങ്ങനെ മിന്നിക്ക് നെവിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്യൂണ് നീട്ടലൊക്കെ ഉണ്ട്, രസം അത്. അതെ, അപ്പൊ ഒരു സംഭവം നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ അനുവിനെ ചൊറിയുന്നുണ്ട്. അനു അവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇന്ന് ഫുള്ള് ലീവ് ആണല്ലോ, എന്ത് പറ്റി, ആര്യനോട് സംസാരിക്കാൻ പറയണോ അതോ ആര്യൻ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ അനു ചോദിക്കുന്നത്, ആര്യൻ ആരാ, എന്റെ അച്ഛനാണോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നു, എന്തോ മൂക്കത്താണ് ശുണ്ടി, ഒന്ന് കണ്ടാലും മതി എന്നിങ്ങനെ ആര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നെവിൻ എന്ന് പറയുന്നുണ്ട്, താങ്കൾ കുക്കിംഗ് ടീമിൽ പോവേണ്ടതാണ് എന്നിങ്ങനെ. അതായത് അനുവിനെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ അനു താല്പര്യമില്ല, ഞാൻ നിന്റെ അടിമയൊന്നും അല്ല, അടിമയായവരുണ്ട്, അവരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നെവിൻ പറയുന്നുണ്ട്, എന്റെ ഉത്തരവാണെന്ന്. അപ്പൊ അനു പറയുന്നുണ്ട്, ഒന്ന് പോടാന്ന് പറഞ്ഞിട്ടോ. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, രാവിലെ തന്നെ ക്യാമറയിൽ പോയി സൂം ചെയ്ത് വേണ്ടിയിട്ടുള്ള അടവാണ്, ക്യാമറ സൂം ചെയ്ത് മൈൻഡ് യുവർ വേർഡ്സ്. മൈൻഡ് യുവർ വേർഡ്സ്. അതിനുശേഷം ഈ പറയുന്നത്, രാവിലെ ക്യാമറ തിരിപ്പിക്കാനുള്ള നമ്പറായിട്ട് എന്റെ അടുത്തോട്ട് വരണ്ട എന്നിങ്ങനെ നെവിൻ അനുവിന്റെ അടുത്ത് പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ, ഇത് അനുമോള് മാത്രമാണ് ഈ 3 ആഴ്ചയും കുക്ക് ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഫുഡ് അടിപൊളിയാണ്, സ്റ്റൗവിന്റെ അടുത്ത് അടുക്കാൻ ഒക്കില്ല, സ്റ്റൗ വേറെ ആർക്കും കൊടുക്കത്തില്ലെന്ന്, സ്റ്റൗ ഞാൻ വിട്ടു തരത്തില്ല, കെട്ടിപ്പിടിച്ചിരിക്കും, ഇളക്കാൻ പോലും ഒരാൾക്ക് കൊടുക്കില്ല, ഫുള്ള് ക്രെഡിറ്റ് അനുവിന് വേണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ അത് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതെന്നെ മിടുക്കുന്ന മന അനു അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നൂറയും ഷർത്തും ഒക്കെ കിച്ചണിലുള്ളതാണല്ലോ, അനുവിനെയും കിച്ചണിന്റെ. അപ്പൊ നൂറ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യാതെ മാറിയിരുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കാരണം ഇവിടെ ചിലർ അങ്ങനെ ഇരിക്കുന്നല്ലോ, അപ്പൊ നമുക്കും ക്ഷീണമൊക്കെ ഉണ്ടെന്നുള്ള രീതി പറയുമ്പോൾ ഷർത്ത് പറയുന്നുണ്ട്, ഒരാൾക്ക് മാത്രം ഒരു പ്രത്യേകതയില്ല, ഇവിടെ എല്ലാരും ജോലി ചെയ്യണം, അങ്ങനെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് നമ്മുടെ ഷർത്ത് പറയുന്നുണ്ട് കേട്ടോ. അതായത് അകത്തിരിക്കുന്നവർക്ക് അനുമോള് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനുമോള് ഫുൾ വർക്ക് ഒക്കെ ചെയ്തു, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ അനുമോള് ഈ വഴക്കും വിട്ട് നമ്മൾ മാറിയിരിക്കുമ്പോഴത്തേക്കും, ഒരു അസുഖത്തിന്റെ പേര് മാറിയിരിക്കുമല്ലോ, വഴക്കിട്ട് മാറിയിരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു ജോലി ചെയ്യുമ്പോൾ അതൊരു അവർക്കൊന്നും കുരു പൊട്ടും. അതുകൊണ്ട് ആണ് നമ്മുടെ നൂറയും കുറെ പേർക്ക് അഭിലാഷാണെങ്കിലും ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അനു ബെഡ്റൂമിൽ പോയിട്ട്, അതായത് അനു രാവിലെ തൊട്ട് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം അനുവിനെ കാണിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ക്യാമറയിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അനു ബെഡിൽ പോയിരുന്നിട്ട് എന്തോ എടുത്തൊന്ന് ചെറുതായിട്ട് കഴിക്കുന്നു. അപ്പം അക്ബർ അതുവരെ വരുന്ന കണ്ടിട്ട് അനു അതെടുത്ത് അങ്ങ് ഒളിപ്പിച്ചു വെച്ചു കേട്ടോ, അടുത്തങ്ങ് ഒളിപ്പിച്ചു വെച്ചു. അപ്പൊ നമ്മുടെ ഷർത്തും അക്ബറും ബിന്നിയും കൂടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന പറഞ്ഞാൽ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം, എനിക്ക് വേണ്ട ആശാട്ടി ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ് ഏതും പറഞ്ഞിട്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, ഞാൻ കഴിക്കാത്ത പേരിൽ ഓരോരോ കുറ്റം പറയുന്ന
അതുകൊണ്ട് എനിക്ക് ഇവിടെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട്, നീ നിന്റെ ജോലി ചെയ്യ്, അവരെന്തോ ആയിക്കോട്ടെ, അതിന് തിരിച്ചു പറ, നിന്റെ ഭാഗത്ത് നീ പറയുന്നതിൽ ശരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നീ നിന്റെ ജോലി ചെയ്യ്, ജോലി ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനു വന്ന് പാത്രം കഴുകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ നെവിൻ ഉറക്കം, നമ്മുടെ സ്വേച്ഛാധിപതി നെവിൻ നല്ല കാര്യമായിട്ട് ഉറങ്ങുവാണ് ജനങ്ങളെ. അതെ, അപ്പോഴത്തേക്ക് നമ്മുടെ പട്ടിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനു വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അനീഷിന്റെ ഇടയ്ക്ക് നല്ല സൂപ്പർ ഡയലോഗ് അടിക്കുന്നുണ്ട്, ഒരു പഴയ രീതിയിലുള്ള സംസാരം ഉണ്ടല്ലോ, രാജഭരണത്തിലെ സംസാരമൊക്കെ, അതേപോലെ നല്ല രസമുണ്ട്, ഡയലോഗ് ഡെലിവറി സൂപ്പർ ആയിരുന്നു. അതെ, അപ്പൊ നമ്മുടെ അനു വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശരത്ത് പറയുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല, അതായത് നമ്മുടെ അക്ബർ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് ഫുഡ് കഴിച്ചില്ല, ആൾക്കുള്ള ഫുഡ് മാറ്റി വെച്ചിട്ടോ. അനു ഇത് കേൾക്കുന്നുണ്ട്, ഒന്ന് ചൊറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞു ഇല്ലില്ല, ഒരാൾക്കുള്ള ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ രാവിലത്തെ ഫുഡ് കഴിച്ചല്ലോ അല്ലെ, കുറ്റം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞോ? അപ്പോഴത്തേക്ക് ശരത്ത് ഇല്ലില്ല, രാവിലത്തെ കഴിച്ചിട്ടുണ്ട്, ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്, ഇനിയിപ്പോ ഉച്ചക്കത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അതും ലേറ്റ് ആയിട്ട് വന്ന് കഴിക്കുമായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇത് അനുവിനെ ഒന്ന് കുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അനു അവിടെ ഇരുന്നത് കേൾക്കുന്നു. ഓരോ പ്രശ്നവും തുടങ്ങുന്നത് അനുവാണ്, ഓരോ പ്രശ്നങ്ങളും തുടങ്ങുന്ന അനുവാണ്. അനു എന്നിട്ട് കരയും ചെയ്യും, എന്നിട്ട് അവിടെ ഇവിടെ ദേഷ്യപ്പെട്ടിരിക്കുകയും ചെയ്യും, ഇവരിരുന്ന് ചൊറിയുകയും ചെയ്യും. പുറമേതാണത് അനുവിന്റെ സൂപ്പർ ഗെയിം ആണ്. അപ്പൊ ഇതൊക്കെ കാണിച്ചിട്ട് നമ്മുടെ പണിപ്പുര ടാസ്ക് ആണ് കേട്ടോ. പണിപ്പുരയില് നെവിനും ഗിസേലിനും മാത്രമേ പോകാൻ പറ്റുള്ളൂ, പോയിന്റ് പരിമിതിയില്ല, എത്ര വേണമെങ്കിലും എടുക്കാം. അതേപോലെ 3 റൗണ്ട് ഉണ്ടാവും, ഓരോ റൗണ്ടിലും 20 സെക്കൻഡ് വീതം ടൈം ഉണ്ടാവും കേട്ടോ. അതേപോലെ സ്വന്തം വസ്ത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ, മറ്റ് വസ്ത്രങ്ങൾ ആരുടെയും മറ്റ് അതായത് അടിമകളോ മറ്റുള്ളവരുടെയോ വസ്ത്രങ്ങൾ എടുക്കാൻ പറ്റത്തില്ല അവർക്ക്. അതായത് ഗിസേലിന്റെ നെവിന്റെ ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഫുഡ് വേണമെങ്കിൽ എടുത്തിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് കൊതിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പാല്, മുട്ട, ഗുലാബ് ജാം, കുഴിമന്തി, ചോക്ലേറ്റ്, വക്കറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കൊതിപ്പിക്കുന്നുണ്ട്, ബാക്കിയുള്ളവരെ കൊതിപ്പിക്കുന്നതാ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ബസർ ചെയ്തു, റേണ പുറത്തുനിന്ന് കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇവര് അവിടെ ഉള്ള മാക്സിമം സാധനങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പൊ അവിടെ രണയും അനുവും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇവര് നമുക്ക് തരുമെന്ന് തോന്നില്ല, ഒന്നെങ്കിൽ നമ്മൾ കട്ടെടുക്കണം, അല്ലെങ്കിൽ കെഞ്ചി വാങ്ങണം. എന്നെ ആദില പറയുന്നുണ്ട്. അപ്പം രണയും നൂറയും അനുവും പറഞ്ഞു വേണ്ട വേണ്ട കട്ടെടുക്കണ്ട അത് വേണ്ട എന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞു നമുക്കും തരണമല്ലോ, ഇപ്പൊ മുട്ടയൊക്കെ 15 പേർക്കുള്ള മുട്ട ആയിരിക്കുമല്ലോ വരുന്നത്, നമുക്കും തരാനുള്ള ഇതുണ്ടല്ലോ എന്ന് പറയുമ്പം നൂറ് പറയുന്നുണ്ട് അങ്ങനെ അല്ലല്ലോ, ഇത് ടാസ്ക് അല്ലേ, അപ്പൊ നമ്മളൊന്നെങ്കിൽ കെഞ്ചി വാങ്ങണം, അതാണല്ലോ കളി. ഒന്നും ഗെയിം ആയിട്ടല്ല എടുക്കുന്നത്, പേഴ്സണലായിട്ട്. ഇപ്പം അതായത് ഗിസേലിൽ പോയി ഗിസേലിന് വേണ്ടത് എടുക്കുക, ഗിസേലിന് ബാക്കിയുള്ളവരുടെ ഗിസേലിന് ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുക എന്നുള്ള രീതിയിലൊക്കെയാണ് അനു എടുക്കുന്നത്. അല്ല അതൊരു ടാസ്കിന്റെ റൂളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പുള്ളിക്കാരി മൈൻഡിലേ എടുക്കുന്നില്ല, എല്ലാം പേഴ്സണലായിട്ട് എടുക്കുക. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ബസർ അടിച്ച് അവരുണ്ടായിരുന്നൊക്കെ പോയി എടുത്ത്, തേർഡ് റൗണ്ട് ബസർ അടിച്ച് പോയി എടുത്ത ടൈമിൽ തന്നെ തിരിച്ചു വന്നിട്ടോ. ആ ഒരു ടൈമിൽ ഗിസയിൽ ഒരു പൊതി എടുത്തിട്ട് തിരിച്ച് ആ ഒരു പണിപ്പുരയിൽ തന്നെ കൊണ്ടിട്ടിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് അനു നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ പുതിയിട്ട്, അപ്പം ഗിസൽ മിണ്ടായി ഞാൻ പിന്നെ പറയും. അപ്പം നെവിൻ ചോദിച്ചു അതെന്താ, മനസ്സിലായി. അല്ല അപ്പം ഗിസൽ പറഞ്ഞ നിന്റെ അടുത്ത് ഞാൻ പിന്നെ പറയാം, നമ്മുടെ കാര്യമല്ല എന്ന് പറയുമ്പോ നെവിൻ ചോദിക്കുന്നല്ലോ അനുവിന്റെ എന്തെങ്കിലും ആയിരിക്കും, ഡ്രസ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവര് ശിക്ഷണങ്ങ് പോകുന്നു. അപ്പൊ അനു ആ ഗ്ലാസിന്റെ ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്, ഭയങ്കര കരച്ചില്. ഇതിനൊക്കെ കരയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, അങ്ങനെ അനു കൺഫെക്ഷൻ റൂമിൽ പോയി. അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടമല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബിഗ് ബോസ് പറയുന്നത് ഇവിടെ ഇങ്ങനെ അല്ലേ, ഇത് ഗെയിം അല്ലേ, ഇവിടെ ഇങ്ങനെയാണല്ലോ എല്ലാവർക്കും ഉള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് എനിക്ക് എന്റെ അമ്മയുടെ സൗണ്ട് ഒന്ന് കേൾക്കണമെന്നുണ്ട്, കാരണം എനിക്ക് അത് കേട്ടാവുന്ന ശക്തിയാവുന്ന പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, 100 ദിവസം നിന്നിട്ട് ഇതിൽ നിന്ന് ഒരാൾ മാത്രമായിരിക്കും ഫൈനലി ഉയർത്തുന്നത്. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് സമാധാനിച്ചിട്ട് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് അനുവിന്റെ ഗെയിം എന്ന് പറയുന്നത് അതായത് ആളിച്ചിരി ഇമോഷണലി വീക്ക് ഒക്കെ തന്നെയാണ്, അത് മറ്റുള്ളവരെ കാട്ടി കൂടുതൽ ഇച്ചിരി വീക്ക് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങളിൽ ചില ഇതിലൊക്കെ ആള് കയ്യിൽ നിന്നൊക്കെ ഇടുന്നതാണ്, അത് ക്യാമറ സ്പേസിന് വേണ്ടിയും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് കയ്യിൽ നിന്നൊക്കെ ഇടുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അത് ഒറിജിനൽ തന്നെയാണ് ഇമോഷണൽ കാണിക്കുന്നത്. അതെ, പിന്നെ എനിക്ക് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് ഞാനിവിടെ ചിലർക്ക് ഇഷ്ടമല്ലെന്ന് പറയേണ്ട, അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ, എല്ലാവർക്കും ഔട്ടാണല്ലോ ഉള്ളത്. അല്ലെങ്കിലും ഇതാണ് ബിഗ് ബോസ് ഗെയിം, ഇത് മുമ്പും കണ്ടിട്ടുണ്ടല്ലോ, ഇതാണൊക്കെ ഇരുന്ന് കരഞ്ഞ മുമ്പത്തെ സീസണിലും ഉണ്ട്. പേളിമാണി ഇതാണൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്.
കൺഫെഷൻ റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ സെയിം ഏതാണ്ടൊക്കെ ഒരേ സ്ട്രാറ്റജി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഗിസയിൽ അവിടെ ആദിലായിട്ട് ഇരുന്ന് സംസാരിക്കണം. അപ്പൊ ഗിസയിൽ പറയുന്നുണ്ട് ഫുഡ് തിന്നണമെങ്കിൽ തിന്ന്, അല്ലെങ്കിൽ തിന്നണ്ട. ഇതിപ്പോ കുറച്ച് ലേറ്റ് ആയിട്ട് പിന്നെ ഇരുന്ന് കഴിക്കുന്ന, പിന്നെ കുറെ ഡ്രാമ ചെയ്യുന്നുണ്ട്. മുടി വെട്ടാൻ പറഞ്ഞപ്പോ മുടി വെട്ടാൻ വയ്യ, അല്ല മുടി വെട്ടാൻ പ്രശ്നമില്ല, എന്നാ ഫുഡ് ഈ ഫോട്ടോ കത്തിക്കുന്ന ടൈമില് ഒരു കുഴപ്പവും ഇല്ല, ഭയങ്കര കരച്ചിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആദില പറയുന്നുണ്ട് പെട്ടെന്ന് കരയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഗിസയിൽ പറഞ്ഞു അത് ആക്ടർ അല്ലേ, അപ്പൊ പെട്ടെന്ന് കരയാനൊക്കെ പറ്റൂന്ന് പറഞ്ഞിട്ട് ഇവരിരുന്ന് സംസാരിക്കുന്നുണ്ടോ. ഇത് ഗിസയിൽ പറയുന്നതും ശരിയാണ്. അതെ, അതങ്ങനെ തോന്നത്തുള്ളൂ. ഇപ്പം അനുമോളുടെ ചില സമയത്ത് കരച്ചിലിന്റെ കാരണങ്ങൾ നമ്മൾ തിരക്കുമ്പോൾ വെറും സിമ്പിള്, നമുക്ക് അത് നോർമലി ഒരാൾ കരയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പുള്ളിക്കാരി ഇരുന്ന് കരയുന്നത്. അത് ചിലതൊക്കെ കാരണങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാ തവണയും ചക്ക വീണ് മൊയിലെത്തെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനും അനുവും ശൈത്യയും ഷാനവാസും ഒക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഡൈനിങ് ടേബിൾ ഏരിയയിൽ സംസാരിക്കുന്നുണ്ട്. ചുമ്മാ ഒരു കോംബോ ട്രാക്ക് കണക്ക് പിടിക്കാനായിട്ട് ആര്യനും അനുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആര്യൻ ഇങ്ങനെ അനുവിനെ ഒട്ടി പോകുന്നുണ്ട്. അല്ല, അനു ആദ്യമേ ശ്രമിച്ചിരുന്നു. പക്ഷെ ആര്യൻ ഈ ആഴ്ച നെഗറ്റീവ് ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇപ്പൊ ആര്യൻ ഭയങ്കര ഓട്ടല്ല, പക്ഷെ അനു മൈൻഡ് ചെയ്തില്ല. അതെ, അപ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് 100 വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് വെസൽ കുറെ ആയി വന്ന് കഴിവെന്ന് പറഞ്ഞപ്പം അനു പറയുന്നുണ്ട് അവിടെ വെച്ചേക്കും, ഞാൻ പിന്നെ വന്ന് കഴുകിക്കൊള്ളാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ രന ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നത് നിന്റെ സൗകര്യത്തിന് ഫുഡ് കഴിക്കാനും പണിയെടുക്കാനും വേണ്ടിയിട്ടല്ല ഇവിടെ വെസൽ അതിന്റെ കറക്റ്റ് ടൈമിൽ തന്നെ ക്ലീൻ ആക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷർത്തും കൂടെ ഓടി വന്ന്, രണയും ഓടി വന്ന്, ഷർത്തും ഓടി വന്ന്, ഭയങ്കര ഇവരുടെ സൗണ്ട് നമുക്ക് ക്ലിയർ ആവുന്ന പോലും ഇല്ല കേട്ടോ. ആ രീതിയിൽ രണ്ടുപേരും കൂടെ കിടന്ന് ബഹളം വെക്കും. സൗണ്ട് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കും. അതെ, അപ്പോഴത്തേക്ക് ഷർത്ത് പറയുന്നുണ്ട് ഇവിടെ പണിയെടുക്കുമ്പോൾ അവൾക്ക് പറ്റൂല, അവൾക്ക് തോന്നുമ്പോൾ പണിയെടുക്കണം, അവൾ ഒരാൾ മാത്രം ഇവിടെ എന്തോ എല്ലാം കൂടെ അവളെ അങ്ങ് വളർത്തി ഇവിടെ ഇരുത്തി അതിനിവിടെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷർത്ത് ഭയങ്കര ഷൗട്ടിങ് കേട്ടോ. ഇത് ഈ ഗെയിം രണ്ടായിട്ട് എടുക്കാം. ചിലവര് കരുതും കഴിഞ്ഞ ആഴ്ച ഫുള്ള് പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഇരുന്നല്ലേ ചെയ്തത്, അതുകൊണ്ട് ഇപ്പൊ ഈ തവണ ഒന്ന് വഴക്കിട്ട് അല്ലെങ്കിൽ ഒരു വിഷമത്തിന്റെ പേര് മാറിയെന്നതിന്റെ പേരിൽ നിങ്ങൾ ഇവരെല്ലാരും കൂടി കോൺട്ര ചെയ്യുന്ന എന്ന രീതിയിൽ എടുക്കുന്നവരുണ്ട്. അതല്ല ഇതൊരു അഹങ്കാരമായിട്ട് എടുക്കുന്നവരും ഉണ്ട്. ഇത് ഇപ്പൊ രണ്ടിലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത് അനുവിന്റെ ഗെയിമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ അനു അല്ലാതെ കാണിക്കുന്നതായിട്ടും നമുക്ക് എടുക്കാം. എങ്കിലും ബിഗ് ബോസ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അനു വെസല് വാഷിംഗിനായിട്ട് ഇങ്ങനെ വരുമ്പോ ഷർട്ട് പറയുന്നതിന്റെ സമയത്തല്ല നീ കയറി കണ്ട പൊടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നത് പോടോന്ന് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അപ്പാന് പറയുന്നുണ്ട് പൊടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനു പറയുന്നു പൊടിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നിന്റെ ഭാര്യനെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ടെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റെന അപ്പൊ പറയുന്നുണ്ട് ഇവിടെ എല്ലാരും പണിയെടുക്കാനാന്ന്. റെന അവിടെ കിടന്ന് ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഏതാണെന്നൊന്നും നമുക്കൊന്നും ക്ലിയർ ആവുന്നുമില്ല, അത് പറയുന്ന നമുക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഭയങ്കര ഒരു ഇറിറ്റേഷൻ കണക്കല്ലേ ആ ഒരു ബാക്കിയുള്ളവരുടെ കോൺവെർസേഷൻ പോലും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആ രീതിയിൽ റെന അവിടെ കിടന്ന് ഇങ്ങനെ ചിലപ്പ് അല്ലെ റെന വേണോന്ന് വെച്ചിട്ട് അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നതാ. അത് നമുക്ക് മനസ്സിലായി. റെനയ്ക്ക് പേഴ്സണൽ ഗ്രേജ് തീർക്കുന്നതാണ്. പിന്നെ അത് മാത്രമല്ല ഗിസേലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പലപ്പോഴും അനുവിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് ഗിസേലിന്റെ പക്ക ടൂളായിട്ട് മാറിയിട്ടുണ്ട് രണ. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അതായത് രണ കൂടുതൽ അനുവിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗിസേലിന് അത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ രണയ്ക്കും ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്, അതും തീരും. അപ്പോഴത്തേക്ക് അനു ബാത്റൂമിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ശരത്ത് വന്നിട്ടോ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ ഭാര്യയെ പറയുന്നത് എടുത്തില്ല, ഇത് ശരിയാവത്തില്ല, ഇതിപ്പോ നീ ആദ്യമായിട്ടല്ലെന്ന് പറയുമ്പോഴത്തേക്ക് രണ പറയുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ബിഗ് ബോസ്. അത് കറക്റ്റ് ആയിട്ടാണ് കേട്ടോ. രണ പറയുന്ന പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. പക്ഷെ ഈ ചിലപ്പോ ഒന്ന് ഇത്തിരി കുറച്ചാലും നല്ലതായിരിക്കും. അപ്പൊ രണ പറയുന്നുണ്ട് ഇത് നമ്മൾ തമ്മിലുള്ള ഗെയിം അല്ല, നമ്മളും വീട്ടുകാരും തമ്മിലുള്ള ഗെയിം അല്ല. അപ്പൊ എന്ത് പറയുമ്പോഴും അനു വീട്ടുകാരെ പിടിച്ചിട്ടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അനുവിനുണ്ട് എന്ത് പറഞ്ഞാലും വീട്ടിൽ പോയി പറ, നിന്റെ ഭാര്യയെ പോയി പറ, ഇമാതിരി ഒരു സംസാരമൊക്കെ അനുവിനുണ്ട്. ഇതേപോലെ ഒരു സംസാരമായിരുന്നു ബിൻസിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ പിന്നെ അല്ല അതേപോലെ പോടാന്നൊരു വിളിയാ. അത് വിളി കേൾക്കുമ്പോഴാണ് ഈ പറയുന്നത്. പക്ഷെ അത് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കണം. വീട്ടുകാരെ ഇതിലോട്ട് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തേക്ക് അക്ബർ പറയുന്നത് ഇത് നിന്റെ വീടല്ല, പോയി പാത്രം കഴിവെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനുവാണ് എനിക്ക് തോന്നുമ്പോ ഞാൻ കഴിവെന്ന് പറഞ്ഞാൽ അനുവരിക്കുമ്പോ അനീഷ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അത് നീ ഇന്നലെ ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഇന്ന് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അക്ബർ അവിടെ നിന്ന് അയ്യോ ഒരു ഉമ്മ കൂടി കൊടുക്കുന്ന എന്ന് അക്ബർ പറഞ്ഞു. അതായത് ഒരു പ്രശ്നം വേണ്ട. ഇപ്പൊ ഒരാൾ പിണങ്ങിയിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ടിരിക്കുമ്പോ നമ്മൾ സംയമനത്തോടാണല്ലോ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത്. ഇവരാരും അതല്ല ചെയ്യുന്നത്, അതിനെ ടാർഗറ്റ് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പം അനീഷ് പക്ഷെ കറക്റ്റായിട്ട് രീതിയിലൊക്കെയാണ് ചെയ്തത്. അപ്പൊ അതിനാണ് അക്ബറിന് പിടിച്ചില്ല. കാര്യം ടാർഗറ്റ് ചെയ്യണമെന്നാണ് ഇവരുടെ ഇത്.
അപ്പോഴത്തേക്ക് അനു തിരിച്ച് അങ്ങോട്ട് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന പോലെ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിന്റെ അടുത്ത്. അപ്പോഴത്തേക്ക് അനീഷ് പറഞ്ഞു ആ നിലപാട് ശരിയല്ല, ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞാൽ അനീഷ് ഇങ്ങനെ പറഞ്ഞിട്ടിട്ട് അനു പോയി പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോഴും ഈ ശരത്ത് എന്നിട്ട് പോയി ക്യാമറയിൽ നിന്ന് മൂങ്ങ് എല്ലായിടവും പോയി കരഞ്ഞു കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ അക്ബർ പറഞ്ഞ് അപ്പോഴത്തേക്ക് അനു അങ്ങ് നടന്നു പോയി, കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കേട്ടോ, പുറത്തോട്ട് പോയി. ഇത് കിച്ചണിൽ നടന്നതാണ്. അനു അങ്ങ് ഗാർഡനിലോട്ട് പോയപ്പോഴത്തേക്ക് അപ്പുറം വെറും പട്ടി ഷോ ആണ്, പട്ടി പോലും ഇത്രയും ഷോ കാണിക്കത്തില്ലെന്ന് പറയുന്നത് കേട്ടോ. ഉടനെ അനു ഗാർഡനിലോട്ട് പോയി ഈശ്വരാ ശക്തി പറഞ്ഞേ, ഈശ്വരാ ശക്തി പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അനു ഗാർഡനിലോട്ട് പോയി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗാർഡനിലാണ് കേട്ടോ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഗാർഡനിൽ നമ്മുടെ രണ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്, അതേപോലെ ഗാർഡൻ ഏരിയയിൽ ശൈത്യയും ഇല്ലേ, ശൈത്യയും നമ്മുടെ അനുമോളും ഇരിപ്പുണ്ട്. അപ്പം ഇവര് അക്ബർ ഇരിപ്പുണ്ടായിരുന്നില്ലേ, അതിന്റെ ഇടയ്ക്ക് അക്ബറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഗാർഡൻ ഏരിയയിൽ വെച്ച്. അതെ, അപ്പൊ അക്ബർ ഗാർഡൻ ഏരിയയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഫാമിലി ട്രിപ്പിന് വന്നതല്ലെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് അത് എനിക്കും അറിയാം, അത് തന്നെ എനിക്കും പറയാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ശരത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അനു എണീറ്റ് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ശരത്ത് പറയുന്നത് മാനുമായി കളിക്ക് എന്ത് പറയുന്നതിന് മറുപടി പറയാൻ അറിയത്തില്ല എന്ന് പറയുമ്പോൾ അനു ഒന്നും മിണ്ടുന്നില്ല, അനു ഇറങ്ങി പോയിട്ടോ. അപ്പോ ഗിസയില് പെട്ടെന്ന് ഇങ്ങനെ ശരത്തും അക്ബറും കൂടെ ഭയങ്കരമായ രീതിയിൽ അനു ഇങ്ങനെ പോകുന്നു, അനുവിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പം അനു ഒന്നും മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഗിസയില് വന്നിട്ട് പറഞ്ഞു ഞാൻ ജോലി എന്താന്ന് വെച്ചാൽ പറഞ്ഞ ഞാനങ്ങ് ചെയ്തോളാം, ഷൗട്ട് ചെയ്യണ്ട. ഇതിപ്പോ ക്യാമറയിൽ പോകുമ്പം ശരത്ത് ഷൗട്ട് ചെയ്യുന്നു മോശക്കാരനാവും, അനു നല്ലതാവും. അത് കറക്റ്റ് ആണ് കേട്ടോ. ആ അനുവിന്റെ ഗെയിം അവിടെ പൊളിച്ചു കൊടുത്തിട്ട് ഗിസയില് വന്നിട്ട് പറയും. പക്ഷെ ഈ പൊട്ടന്മാർക്ക് അത് മനസ്സിലാവണ്ടേ? അല്ല, അവർക്ക് അത് മനസ്സിലാവുന്നതല്ല, അവരുടെ ദേഷ്യം അങ്ങ് തീർക്കുന്നതാ. പിന്നെ വേറൊന്നുണ്ട്, ഗിസയിൽ പറഞ്ഞത് ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അനുമോളെ സ്ക്രീൻ സ്പേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇവന്മാര് കാരണം അനുമോളിന് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്. അത് ഗിസലിന് പിടിക്കുവോ? ഗിസലിന് പിടിക്കത്തില്ല. കാരണം ഗിസലിന്റെ ഗെയിമിനെ ബാധിക്കും അനുമോള് സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതിനാണ് ഈ വന്ന് പറഞ്ഞത്, അല്ല വേറൊന്നല്ല. അത് ഗിസലിന്റെ ഗെയിം പൊളിച്ചു. അതെ, അതായത് അനുമോള് ലിവിംഗ് ഏരിയയിൽ ഇരുന്നു, പിന്നെ ബാത്റൂമിൽ പോയിരുന്നു, പിന്നെ വാഷിംഗ് ഏരിയയിൽ ഇരുന്നു, പിന്നെ വെളിയിരുന്നപ്പോഴും ഇവന്മാര് പുറകെ വന്ന് അറ്റാക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഗിസയിൽ വന്ന് അത് പറഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് അക്ബർ പറയുന്നുണ്ട്, അക്ബർ പറയുന്നു ഒരുപാട് ക്യാമറ സ്പേസ് കിട്ടി കാണും അനു എന്ന് പറയുമ്പോ അനു തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ അതായിക്കോട്ടെ അത് എന്റെ കഴിവാണെന്ന്. കഴിവാണെന്നൊക്കെ അറിയാം, എല്ലാം അറിയാം. പിന്നെ കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചിട്ടാ വന്നത്. അതെ, അപ്പൊ ഇതില് ശൈത്യം വന്നിട്ട് അനുവിന്റെ അടുത്ത് ചോദിക്കുന്നു നീ വെഷല് കഴിവുന്നില്ലെന്ന് പറയുമ്പോ അനു പറയുന്നുണ്ട് ഇപ്പൊ കഴിവുന്നില്ല, ഇത് എന്റെ തീരുമാനം, ഇവിടെ വന്നിട്ട് എന്നെ ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് സമയമുള്ള പോലെ ഞാൻ കഴിവും, പിന്നെ നീ ഒന്ന് ചിരിച്ച് സംസാരിക്കുക, അവര് കാണുമ്പോ ഞാൻ ഹാപ്പി ആണെന്നൊക്കെ. അക്ബറും രണയും അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവര് കാണുമ്പോ വിഷമിച്ചിരിക്കുവല്ല, അവരിപ്പോഴും പറയുന്നില്ല കരഞ്ഞ് ക്യാമറ സ്പേസ് കിട്ടാൻ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കിടന്ന് ഇപ്പൊ അഭിപ്രായം കാണിക്കുന്നത്. അപ്പോഴേ അക്ബർ അങ്ങ് മാറിയെന്ന് തോന്നുന്നു, രണ മാത്രമേ ഉള്ളൂ. അപ്പം രണയെ എനിക്ക് ഒന്ന് ഇത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരി അത് പറഞ്ഞത് അല്ലേ. ശൈത്യ എടുത്ത് പറയുന്നുണ്ട്, അതായത് ആര് വരണം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും വീട്ടിലുള്ളവർ വരണം, അച്ഛനും അമ്മയും വരണമെന്നാണ് അനുവൊക്കെ സാധാരണ നമ്മൾ പറയാറ്. പക്ഷെ രണ പറഞ്ഞേക്കുന്നത് ബോയ് ഫ്രണ്ട് വരണം, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ അനു ശൈത്യയോട് പറയുന്നുണ്ട്. ഇത് രണ കേക്കെ തന്നെ പറയുന്നത്. അപ്പൊ രണ അത് പ്രൊവോക്കായിട്ട് ഓടി വന്ന് സംസാരിക്കുന്നുണ്ട്. രണ പറയുന്നുണ്ട് അതിപ്പോ എന്റെ ഇഷ്ടമാണ്, ഞാൻ എന്റെ ഫാമിലിയെ കൊണ്ടുപോകണം, എന്റെ അമ്മയൊക്കെ കൊണ്ടുപോകണം, അതോ എന്റെ ബോയ് ഫ്രണ്ടിനെ കൺസിഡർ ചെയ്യണമെന്നുള്ളതൊക്കെ അത് നോക്കേണ്ട കാര്യമില്ല, ഇവിടെ ഫാമിലിയെ വലിച്ചിടേണ്ട കാര്യമില്ലല്ലോ, ഇത് ഗെയിമായിട്ട് അങ്ങ് കളിച്ചാൽ പോരെന്ന് നോക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട് ഒന്ന് പോകൊച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കും ഇവിടെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് അനുവിനിപ്പോ അനുവിന്റെ വീട്ടുകാരെ ആയിരിക്കും താല്പര്യം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും അങ്ങനെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ അനുവിന്റെ കല്യാണം കഴിഞ്ഞു, അനുവിനിപ്പോ ഒരു കുട്ടി ഉണ്ടായി, അപ്പം ആദ്യം ആരെ കാണണമെന്ന് നോക്കുമ്പോ അനു എനിക്ക് എന്റെ കുട്ടീനെയും എന്റെ ഹസ്ബൻഡിനെക്കാളും എനിക്ക് എന്റെ അമ്മയും അച്ഛനും പ്രയോറിറ്റി എന്നാണോ പറയുക? അതപ്പോ മാറും, അതപ്പോഴേ അറിയത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ രണ ഇത്രയും കാര്യമായിട്ട് ആളുടെ ബോയ് ഫ്രണ്ടിനെയൊക്കെ നമ്മൾ തന്നെ കണ്ടതാ. അതെ, ഇവിടെ ഉണ്ടാക്കിയതും ആദ്യത്തെ ബോയ് ഫ്രണ്ട് ആണ് ചെയ്തത്. അപ്പൊ അത്രയും പ്രയോറിറ്റി അവിടെ കൊടുക്കുന്നുണ്ട്, അത് വീട്ടുകാരും കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അത് അത് പിന്നെ ഇവര് പുള്ളിക്കാരി കണ്ടിട്ടില്ല ഗെയിം കണ്ടോ, അങ്ങനെ ഒരാളുടെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്കിപ്പോ നാളെ ഒരു കാലത്ത് നമുക്കിപ്പോ ഒരു കുടുംബം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുടുംബം വരുമ്പം നമ്മൾ അവരെ കാണണം എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയും വേണ്ടാന്ന് വെക്കുന്നൊന്നും അല്ല. അത് വേറൊന്നുണ്ട്, ചിലപ്പോ ചിലവർക്ക് ഈ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും,
അല്ലെങ്കിൽ ചിലവർക്ക് ഇത് കണക്ക് ഈ ടിവിയിലൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചിലപ്പം അല്ലാതെ ബോയ് ഫ്രണ്ട് വരണമെന്ന് പറയുന്നവരും കാണാം. നമ്മൾ ഒരാളെ അങ്ങനെ വെച്ച് ജഡ്ജ് ചെയ്യാൻ അല്ല അത് മാത്രല്ലല്ലോ, ഓരോ ഫാമിലിയും ഡിഫറെന്റ് ആണ്. ഓരോ ഫാമിലിയും ഡിഫറെന്റ് ആണ്. അവിടെ തന്നെ നോക്കൂ നിങ്ങൾ, നെവിന്റെ കാര്യത്തിൽ നെവിന്റെ ഫാമിലിയുടെ ആ ഒരു റൗണ്ട് വന്നപ്പോ അച്ഛനെ കിട്ടിയത്. നെവിൻ എന്താ പറഞ്ഞേ? എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, കുട്ടിക്കാലം തൊട്ട് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്, എനിക്ക് അത് പറയാൻ താല്പര്യമില്ല, എന്റെ അച്ഛനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് നെവിൻ പറഞ്ഞത്. ആ ഒരു നെവിൻ നാളെ ഒരു ഫാമിലി റൗണ്ട് വരുമ്പോ എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കാണണമെന്ന് പറയുമോ? അത് അങ്ങനെ പറയില്ല. അപ്പൊ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. അനുമോളുടെ ഇങ്ങനെ ഇമാതിരി കുറെ ചീപ്പ് ഗെയിമുകളുണ്ട്. അതായത് ഇമാതിരി കുറെ എന്തോ പറയാ, ഇപ്പം കുലസ്ത്രീ പരിവേഷം കാണിക്കാൻ നിൽക്കുന്നവരെ പോലെ പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരി. അതല്ല, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ. അതായത് അത് കഴിഞ്ഞിട്ട് രണയും അക്ബറും കൂടെ ഒരു കോൺവെർസേഷൻ അനുവിന്റെ മുമ്പിൽ നടത്തുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഒരു അമ്മായി കഥ പറയുമായിരുന്നു. അതായത് ഇങ്ങനെ ഫാമിലി ഓഡിയൻസിന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ സ്ട്രാറ്റജി ആയിരുന്നു കാണിച്ചെന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അത് അനു അല്ല പറയേണ്ടത്. നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ആരെ കാണണം എന്നുള്ളത് നമ്മുടെ ഇതാണ്. നമ്മുടെ ഫാമിലി നമ്മളോട് കാണിക്കുന്ന കണക്കായിരിക്കും നമുക്കൊരു ഇഷ്ടം. അതെ അതെ, അനുമോൾ ഈ ഒരു ഫോട്ടോ എത്തിക്കുന്നതിന് ഇത്രയും പ്രശ്നം, ഇത്രയും കരച്ചിലും ഇതും ഉണ്ടാക്കിയ ആളാ. അപ്പൊ അപ്പം ബാക്കി അത് അനുമോളുടെ പ്രയോറിറ്റി ആണ്, അല്ലെങ്കിൽ അനുമോളുടെ ഇതാണെന്ന് അനുമോൾ തന്നെ പറയുന്നുണ്ട്. എനിക്കത് ഭയങ്കര വിഷമം, ഞാൻ ഇങ്ങനെ കരുതുന്ന ആളാ, അതായത് കത്തിക്കാൻ പാടില്ല എന്ന് കരുതുന്ന ആളാ ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് എടുത്ത്. അതേപോലെ ബാക്കിയുള്ളവർക്ക് പല കരുതലും കാണും. അത് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ ഭയങ്കര മോശമായി. അല്ല ഇതിപ്പം അപ്പാനിയുടെ അമ്മയെ പോയി വിളിയെന്ന് പറഞ്ഞ പോലെ തിരിച്ച് അവരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ? അനുപ ഏത് രീതിയിൽ അതാക്കിയേനെ? ഇത്രയും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ഇഷ്ടമുള്ളവരാണ് വേറൊരാളുടെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്. അച്ഛനും അമ്മയല്ലേ വേണം, ഭാര്യനെ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഈ അനുമോളിന് അച്ഛനും അമ്മയും പ്രിയപ്പെട്ടവരെ പോലെ തന്നെ ബാക്കിയുള്ളവർക്ക് അവർക്ക് പ്രിയപ്പെട്ടവർ കാണും. അപ്പൊ അവരെ പറയുന്നത് മോശം തന്നെയാണ്. പിന്നെ നമ്മുടെ ഗിസയിൽ ഇവിടെ ആര്യനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇന്നലെ ആണെങ്കിൽ അവള് ഫുഡ് തരാതിരുന്നപ്പം ഏറ്റവും കൂടുതൽ കലിപ്പിച്ച ആര്യനാണ്. ഇന്ന് അവളോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരത്ത് അവിടെ ആര്യ പറയുന്നതാണ്, ആര്യൻ അനുവിന്റെ അടുത്ത് പോയി നിന്ന് പറയുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വന്നാൽ മതി കേട്ടോ, എന്റെ അടുത്ത് വന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് രണ പറയുന്നുണ്ട് അവിടെ ലവ് ട്രാക്ക് ആണ് പിടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പാനെ പറയുന്നുണ്ട് അതെ 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 കണ്ടോ എന്ന് പറഞ്ഞാൽ അവരെല്ലാരും കൂടെ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ശരത്തും രണയും കൂടെ ബാത്റൂം ഏരിയയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഓണിയലും അക്ബറും പിന്നെ ആരായിരുന്നു ഷാനവാസും അനുവിനെ ഫേവറിസം കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അത് നമ്മളെല്ലാരും കൂടെ അവളെ ഒറ്റയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതി വരുമ്പോൾ കൂടെ നിൽക്കുന്നതാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കാൻ നോക്കണമെന്ന് രണ്ടെടുത്ത് പറയുമ്പോൾ റെന പറയുന്നുണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് അവരമ്മ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പുറം നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഷാനവാസും ഒണിയലും അഭിലാഷും അനുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്. അതായത് അനു ഒറ്റപ്പെടൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നതാ. അപ്പോഴത്തേക്ക് ഷാനവാസും ഒണിയലും അഭിലാഷും വന്നിട്ട് അനുവിനെ അവരുടെ കൂട്ടത്തിൽ അങ്ങ് കൂട്ടി. അപ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് നിന്നെ ടാർഗറ്റ് ചെയ്യാൻ അനുവിന്റെ അടുത്ത് പറയുമ്പം അഭിലാഷ് പറയുന്നത് നീ ധൈര്യമായിട്ട് കളിച്ചോ, ഞങ്ങൾ ഉണ്ടാവും നിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നമ്മൾ ഉണ്ടെന്ന് കണ്ടല്ലോ, ഇനി ഒളിക്കാനോ തിരിക്കാനോ ഒന്നും നിൽക്കണ്ട, നമുക്ക് നേരെ തന്നെ നിന്ന്. അതായത് ശരത്തൊക്കെ കണ്ടു ഇവര് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി ഒളിക്കാനും പിടിക്കാനോ ഒന്നുമില്ല, നേരെ നിന്ന് ഫൈറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. അനു എന്ത് വേണമെങ്കിലും പറയാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് അത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇവരെല്ലാരും കൂടെ എന്നെ നോമിനേഷനിൽ ഇടുമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നോമിനേഷൻ ഒന്നും നോക്കണ്ട, അതൊക്കെ ഇനി അങ്ങോട്ട് പോകുന്ന ആഴ്ചകളിലെല്ലാം നമ്മളെല്ലാരും നോമിനേഷനിൽ വരും, ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇങ്ങനെ ഗിയർ മാറ്റി കരഞ്ഞോണ്ടിരുന്നാല് പെട്ടിയും കിടക്കായിട്ട് പോകേണ്ടി വരും ഇങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു ഗെയിം. അതേപോലെ തന്നെ ഷാനവാസ് ഈ ഗിയർ മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും, കരച്ചിൽ മാറ്റണോന്നുള്ള ഷാനവാസ് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ നല്ല ട്രാക്കാണ് ഇപ്പൊ പോകുന്നത്, പക്ഷെ ഇനി മാറ്റിയില്ലെങ്കിൽ പണി കിട്ടും എന്നിങ്ങനെ ഷാനവാസ് പറയുന്നത്. അത് ഇവരുടെ ഒരു ഗെയിമും കൂടിയാണ് കേട്ടോ. കാര്യം ഇവർക്ക് അറിയാം, കാര്യം കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊണ്ടുവന്ന അനു ആണെന്നറിയാം. അപ്പൊ അത് എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യിക്കണം. അപ്പൊ ഇവരൊരു ഗ്യാങ്ങിലോട്ട് ഇട്ട് കഴിഞ്ഞാല് അനുവിന്റെ സ്ക്രീൻ സ്പേസ് കുറയും, മൊത്തത്തിൽ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവര് ശ്രമിക്കുന്നത്. കാര്യം ഇവര് വലിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇനി ഇവര് തലയിടാൻ നിൽക്കും. അപ്പം മൊത്തത്തിൽ ക്യാമറ സ്പേസ് പോകും, അനുവിന്റെ മാത്രമായിട്ടുള്ള ഇത് പോകും. അനുവിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടിട്ട് ഇവരോട് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അക്ബറും ഷർത്തും കൂടി ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, അവന്മാര് നമ്മളെ പറ്റിയാട്ടോ പറയുന്നത്, അവന്മാര് നമ്മളെ പറ്റിയാ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ഫുഡ് വന്നു, അതായത് പണിപ്പുരയിൽ പോയി എടുത്ത ഫുഡൊക്കെ വന്നു കേട്ടോ. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എല്ലാം കിട്ടിയില്ലേ, നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം,
അപ്പൊ അപ്പൊ ബില്ല് ബില്ലോ എന്ത് ബില്ല്? അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നത് എല്ലാത്തിനും ബില്ലുണ്ട്, അല്ലാതെ ചുമ്മാ തരാൻ പറ്റുമോ? അപ്പോഴത്തേക്കും നെവിൻ പറയുന്നത് അതിന് ഞാൻ പണിയെടുത്തോളാം ബിഗ് ബോസ്. അപ്പോഴത്തേക്ക് അവിടെ എല്ലാരും കൂടെ നിന്ന് ക്ലാപ്പ് ചെയ്ത് കേട്ടോ, പണി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്ക് രണ്ടുപേർക്കും പണി കിട്ടിയെന്നാ വിചാരിച്ച, പക്ഷെ ഈ അടിമകൾക്കാണ് പണി കിട്ടിയത് പിന്നെ അറിയാം. അപ്പൊ ടാസ്ക് എന്തോന്ന് പറഞ്ഞാല് സ്വേച്ഛാധി പണികൾ എന്നാണ് പേര്. അതായത് പണിപ്പുരയിൽ 20,250 പോയിന്റ്സിന്റെ വസ്തുക്കൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് തുല്യമായ ടാസ്കിൽ അല്ലെ 20,280 രൂപയുടെ സാധനങ്ങൾ ഇവരെടുത്തു. അതിന് തുല്യമായ ടാസ്കുകൾ അടിമകൾ ചെയ്യണം. ഇവരല്ല ചെയ്യേണ്ടത്, അടിമകൾ ചേർന്ന് പൂർത്തിയാക്കണം. ഒരു റൗണ്ടിൽ 4 ടാസ്ക് ആണ് ഉള്ളത്. ഇത്തരത്തിൽ 4 ടാസ്ക് പൂർത്തിയാകുമ്പോൾ ഒരു റൗണ്ട് പൂർത്തിയാവും. ആ ഒരു റൗണ്ട് പൂർത്തിയാകുമ്പോൾ 1000 പോയിന്റ് ആണ് ഇവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ 20 റൗണ്ട് ചെയ്യണം, എന്നാലേ ഇവർക്ക് 20,000 പോയിന്റ് അത് കിട്ടത്തുള്ളൂ, ആ സാധനങ്ങൾ കിട്ടത്തുള്ളൂ. സാധനങ്ങൾ കിട്ടി, ആ പോയിന്റ് അവർക്ക് എടുക്കാൻ പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഇപ്പുറത്ത് ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ അവര് പണിയെടുത്തോണ്ടിരിക്കണം, അത്രയും. അതാണ്. അതേപോലെ തന്നെ ഫുൾ പോയിന്റിന് തുല്യമായ ടാസ്ക് ചെയ്താലേ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഇവർക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ കിടക്കണം. അവിടെ കട്ടിലും കിടക്കകൾ ഇട്ടിട്ടുണ്ട്. നാളെ വേക്കപ്പിന് മുമ്പ് ഫിനിഷ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ആ പണിഷ്മെന്റ് എന്തൊക്കെയാണെന്ന് അവര് പറയും. അതായത് സ്വേച്ഛാധിപതികൾ തെരഞ്ഞെടുക്കുന്ന 3 പേർ നേരിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ സ്വേച്ഛാധികൾ തെരഞ്ഞെടുക്കുന്ന 3 പേർ ഈ വീക്കിലും നെക്സ്റ്റ് വീക്കിലും ലാലേട്ടനെ കാണാൻ സാധിക്കത്തില്ല. ഇതൊക്കെയാണ് പണിഷ്മെന്റ് കേട്ടോ. പിന്നെ ഈ സ്വേച്ഛാധിപതികൾക്ക് വേണമെങ്കിൽ നോമിനേഷനിൽ ഉൾപ്പെടുത്താതെ തന്നെ പണിഷ്മെന്റിൽ ഈ ഉൾപ്പെടുത്താത്തവരെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നൂറയും ആരായിരുന്നത്, ഇവരെ അല്ല ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തില്ലേ, ആദിലയും വേറെ ആരോ കണ്ട നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരെ എന്ന് പറയുന്നത് ഇതിൽ ഈ പണിഷ്മെന്റിൽ ഉൾപ്പെടുത്താം, ഈ നോമിനേഷൻ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മറ്റു അടിമകളിലും ഉൾപ്പെടുത്താം. ഇവരിൽ ആരെ വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയാണ് പണിഷ്മെന്റ്, കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ വേക്കപ്പിന് മുമ്പ്. അപ്പോ ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു 4 ടാസ്ക് ഉണ്ടല്ലോ, ഒരു റൗണ്ടിൽ 4 ടാസ്ക് ആണുള്ളത്. അപ്പൊ 4 ടാസ്ക് എന്തൊക്കെയാന്ന് വെച്ചാല്, ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നൽകിയിരിക്കുന്ന 5 തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത ബൗളിൽ ഇടണം. അതായത് ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഒരു സൈഡിൽ വെച്ചേക്കും, അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അപ്പുറത്തൊരു ബൗളുണ്ട്, അതിലോട്ട് ഇടണം. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 10 നട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് അടുക്കി വെക്കണം. ആ ഒരു 10 എണ്ണം കറക്റ്റ് ആയിട്ട് ചെയ്യണം, താഴെ വീടാൻ സാധനമില്ല. അതിൽ കൈ യൂസ് ചെയ്യാൻ പാടില്ല. കൊടുത്തിരിക്കുന്ന ഒരു കമ്പുണ്ട്, അതുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം നട്ട്സ് ഇത്ര 10 എണ്ണം ഉണ്ട്, ഇങ്ങനെ അടിക്കടിക്ക് മേളിലോട്ട് വെക്കണ്ടേ. ഇനി മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, അവിടെ കുറെ കപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് പേപ്പർ കപ്പ് കൊടുത്തിട്ടുണ്ട്. അത് കൊട്ടാരം പോലെ കെട്ടണം. ആദ്യത്തെ ഒരെണ്ണത്തിൽ 10 കപ്പും വേണം, ഏറ്റവും താഴത്തെ റോയിൽ 10 കപ്പും വേണം, ഏറ്റവും മേളിൽ 1 കപ്പും വേണം. അങ്ങനെ ഒരു കൊട്ടാരം പോലെ അത് ചെയ്യണമെന്നായിരുന്നു. അത് പക്ഷേ ഇച്ചിരി ഈസിയാണ്. കാര്യം അതനുസരിച്ച് വലിയ ഒരുവിധം മീഡിയം വെയിറ്റ് ഉള്ള കപ്പുകളാണ് ഇരിക്കും അത്. ഓക്കെ. അപ്പൊ നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഒരു 5 കുപ്പി ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടു, പാതി വെള്ളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് കുപ്പി ഫ്ലിപ്പ് ചെയ്ത് നേരെ വെക്കണം. അത് 5 കുപ്പിയാണ്. അതായത് നമ്മൾ ഇങ്ങനെ കറക്കി പണ്ട് കളിക്കത്തില്ലേ, ഇതൊക്കെ നേരെ വെച്ച്, അത് തന്നെ. അത് വലിയ പാടൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. പിന്നെ ഇതില് ഈ ഒരു ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാൾ കഴിഞ്ഞിട്ടേ അടുത്ത ആള് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒരുമിച്ച് ചെയ്യരുത്. ഇപ്പൊ ഒരാള് ആദ്യത്തെ വന്ന് ആ ചീട്ടിന്റെ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ രണ്ടാമത്തെ ആള് വന്നിട്ട് ആ ഒരു നട്ടിന്റെ മേളിലാക്കി വെക്കുന്ന ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഫുൾ പോയിന്റ് കിട്ടിയില്ലെങ്കിൽ ടാസ്കിന് പുറത്തു പോവും. അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലൊക്കെ തന്നെ കേട്ടോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്റ്റോർ റൂമിൽ ഒരു മാസ്ക് കൊടുക്കുന്നുണ്ട്. ഗിസേലിന്റെയും നെവിന്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള മാസ്ക് ആണ്. അപ്പൊ ഗേൾസ് ഗിസേലിന്റെ ഫോട്ടോയും നെവിന്റെ ഫോട്ടോയും വെച്ചിട്ട് ആ മാസ്ക് ഇട്ടിട്ട് വേണം ഈ ഗെയിം കളിക്കാൻ വേണ്ടിട്ട്. ഈ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു 5-6 ബെഡ് കിടപ്പുണ്ട് കേട്ടോ ഇവർക്ക് കിടക്കാൻ. അതായത് 4 പേര് ഇത് ടാസ്ക് ചെയ്യുമ്പോഴത്തെ ബാക്കിയുള്ളവർക്ക് കിടക്കാനായിരിക്കും. രാത്രി ഫുള്ള് ഇതിൽ നിന്ന് ചെയ്യണ്ടേ, 20 റൗണ്ട് ചെയ്യണം. അപ്പൊ ഇവര് ആദ്യത്തെ ഇതിൽ വന്നിട്ട് ആദ്യം ഷാനവാസ് വന്നിട്ട് ഈ ഒരു തീപ്പെട്ടി ഇങ്ങനെ ഇടുന്നത് നോക്കി അത് കറക്റ്റ് ആയിട്ട് വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബിന്നി വന്ന് നട്ട് വെക്കാൻ നോക്കിയിട്ട് ശരിയായില്ല. പിന്നെ രണ വന്നു, ആര്യൻ വന്നു, അനീഷ് വന്നു, അക്ബർ വന്നു, ചെയ്തിട്ടും ശരിയായില്ല കേട്ടോ. അത് ഇത്തിരി ടഫ് ആയിരുന്നു ആദ്യം ഇവർക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാനിയും അഭിലാഷും കൂടെ ഫുഡും കൊണ്ട് ആക്ടിവിറ്റി ഏരിയക്കകത്ത് വന്നു. അത് ഏറ്റവും വലിയ കോമഡി, ഇവര് 5 റൗണ്ട് കഴിഞ്ഞെന്നും കഴിഞ്ഞ് കയറി വരുമോ നോക്കാം. ആദ്യത്തെ റൗണ്ട് എത്ര റൗണ്ട് ആയിടാ. അപ്പൊ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു
ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞില്ല, ആദ്യത്തെ റൗണ്ട് അപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ട് അപ്പാനെ അഭിലാഷ് കൂടെ ഭയങ്കര ചിരിയേട്ടാ രക്ഷപ്പെട്ടുള്ള രീതിയില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ അതില വന്നിട്ട് അനുവിന്റെ പറഞ്ഞു കഴിക്കാനും മോളേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അനു ചോദിക്കുന്നത് നെവീനും ഗിസയിലും ഒക്കെ പോയി. ആദ്യം വേണ്ടെന്നൊക്കെ പറയട്ടാ, നെവീനും ഗിസയിലൊക്കെ പോയി. അപ്പൊ നൂറ പറയുന്നുണ്ട് ഇല്ല നീ അത് നോക്കണ്ട, കാരണം ഇത് നമ്മുടെ ഫുഡാണ്, നമ്മള് അത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ആകെ ഇവിടെ ഫുഡാ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോ അനു പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പാനിയോടൊന്നും ഞാൻ കഴിച്ച കാര്യം പറയണ്ട, കാരണം അവര് കണ്ടാ ചിരിക്കും, എനിക്ക് നാണക്കേടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് നൂറയും പറയുന്നുണ്ട് ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുന്നത്, അതായത് സ്വേച്ഛാധിപതികൾക്ക് ഈ കൊണ്ടുവന്ന ഫുഡൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കാം, അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യുന്നവർക്ക് മാത്രം കൊടുക്കരുത്, ബാക്കിയുള്ളവർക്ക് കൊടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഈ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിമകളായിട്ട് നിൽക്കുന്നവരെല്ലാം ഇവര് പ്രിഫർ ചെയ്തിട്ട് വലിയ കാര്യത്തിൽ നോമിനേറ്റ് ചെയ്തവരാ, പക്ഷെ അത് പണി കിട്ടിയത് അവർക്കാണെന്നേ ഉള്ളു. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാ ബിന്നി അവിടെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. ബിന്നി അത് കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രേണ പേപ്പർ കപ്പ് കറക്റ്റ് ആയിട്ട് ചെയ്തു. പിന്നെ അനീഷ ബോട്ടിൽ ഫ്ലിപ്പും കറക്റ്റ് ആയി. പിന്നെ ഇവർക്ക് ആ ഒരു നാക്ക് കിട്ടി കേട്ടോ. ഇവര് പിന്നെ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അനു, നെവിൻ, ശൈത്യ, ആദിൽ, നൂറയൊക്കെ ഐസ്ക്രീം ഇങ്ങനെ നെവിൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അനു എല്ലാരും അത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അതെ, ഇത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വന്നിട്ട് എന്തോ ഒരു ഡ്രിങ്കോ എന്തോ ഒരു സംഭവം എടുത്തിട്ട് അനു വേണോന്ന് പറയുമ്പോൾ നെവിൻ പറഞ്ഞു അത് എടുക്കാൻ പാടില്ല, അത് നമുക്ക് ഗിസയിലെടുത്ത് മാറ്റി വെച്ചേക്കുന്നതെന്ന് പറയുമ്പോൾ അനു പറയുന്നുണ്ട് ഒരു പാലിട്ട് അങ്ങോട്ടും കൂടെ വേണം നമുക്കത് കുടിക്കാൻ, എന്നിട്ട് കുറച്ച് പഞ്ചസാര വെള്ളം ആക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ അത് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗിസയില് അത് നമ്മുടെ ബാത്റൂമിൽ നിന്ന് അത് കാണുന്നുണ്ട്. അപ്പൊ ഗിസയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഗിസയിൽ വരുന്നോണ്ടേ ഈ എല്ലാരും ഓടി കേട്ടോ. അപ്പോ ഗിസയിൽ വന്നിട്ട് പറയുന്നുണ്ട് നീ ആ ചെയ്തത് ഫെയർ അല്ല, അവർക്ക് കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ, നമുക്ക് വേണ്ടി അവരല്ലേ ഇപ്പൊ ടാസ്ക് ചെയ്യുന്നത്, അതായത് ഈ 7 പേരാണല്ലോ ടാസ്ക് ചെയ്യുന്നത്, അവരും കൂടെ വന്നിട്ട് അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അപ്പം നെവിൻ പറയുന്നുണ്ട് എനിക്ക് റൂൾസ് അറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് നെവിൻ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ വന്നിട്ട് അനുവും ശൈത്യം എല്ലാവരും കിടക്കുകയാണ്. അപ്പാരെ അവിടെ ഉണ്ട്. അപ്പൊ നെവിന്റെ അടുത്ത് വന്ന് ഗിസൽ ഉറക്കെ പറയുന്നുണ്ട് ഇത് ഭയങ്കര മോശമായി പോയി, ഐസ്ക്രീം എടുത്തത് ഓക്കെ, പക്ഷെ കാജു കട്ട്ലിയോ സംഭവം നമ്മുടെ അതെടുത്തത് ശരിയായില്ല, കാരണം നമുക്ക് വേണ്ടി അവരാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അവര് കാരണമാണ് നമുക്ക് ഫുഡ് കിട്ടിയത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ ചിലര് ഐസ്ക്രീമും കപ്പ് കേക്കും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടിരിക്കുക, അപ്പൊ പിന്നെ അതും കൂടെ എടുത്തത് ശരിയായില്ല, എന്നിട്ട് എല്ലാവർക്കും ഇക്വാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞത് പോയിന്റ് ഗിസയില് അവരെ വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഗിസയിലിനെ ഇപ്പൊ അനുമോള് കഴിച്ചതാണ് ഇഷ്യൂ എന്ന് നമുക്ക് അറിയത്തില്ല, ഗിസയില് ഈ ഫുഡൊക്കെ ഇപ്പൊ ഞാൻ അടിക്കുന്ന ഒറ്റയ്ക്ക് കഴിച്ച വ്യക്തിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനുമോള് പറയുന്നത് നിർത്തി കുറെ നേരം ആയതുകൊണ്ട് ഗിസയിൽ പറയുന്നുണ്ട് വേർഡ്സ് ഒക്കെ നോക്കിയും കണ്ടും ഒക്കെ യൂസ് ചെയ്താൽ സീൻ വന്നപ്പോഴേ ഈ വേർഡ്സ് ഒക്കെ നോക്കിയും കണ്ടും യൂസ് ചെയ്താൽ മതി, കൂടുതൽ പറയണ്ട, നിനക്കൊരു ഹ്യൂമാനിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മള് അവര് ആക്ടിവിറ്റി ഏരിയയിൽ കാണിക്കുന്നുണ്ട്. 4 ടാസ്ക് അവർ കംപ്ലീറ്റ് ചെയ്തു, 5ാമത്തെ റൗണ്ട് അവർ കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ പറയൂ. അപ്പൊ നാളത്തെ എപ്പിസോഡ് പ്രൊമോയൊക്കെ വന്നിട്ടുണ്ട്, നെവിൻ വാക്കൗട്ട് ആയെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എന്തോ കാര്യം അറിയത്തില്ല, ആദ്യം പറയായിട്ട് എന്തോ ഇഷ്യൂ ആണ്, അപ്പം ഗഡ്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോകുന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ നെവിൻ ഓടി പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോന്ന് അറിയത്തില്ല, നമുക്ക് എന്തായാലും നാളെ ഒരു കിടിലം എപ്പിസോഡ് പ്രതീക്ഷിക്കാം. അത് ചുമ്മാതാണോന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. അപ്പൊ ഇതേപോലുള്ള ബിഗ് ബോസ് ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് നമ്മൾ ഡെയിലി വരുന്നതായിരിക്കും. അപ്പൊ കാണാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ ബൈ.